പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞവേദിയിൽ ഇന്ത്യൻ സൈന്യത്തിനായി കൂട്ടപ്രാർത്ഥന നടത്തി. യജ്ഞാചാര്യൻ KSV കൃഷ്ണയ്യർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞവേദിയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ആയുരാരോഗ്യത്തിനും രാജ്യത്തിന്റെ വിജയത്തിനും വേണ്ടി കൂട്ടപ്രാർത്ഥന നടത്തി. യജ്ഞാചാര്യൻ KSV കൃഷ്ണയ്യർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ജനങ്ങളെല്ലാവരും കൂടി മനസ്സുകൊണ്ട് ഒരു പ്രാർത്ഥന ഭഗവാനോട് നടത്തിയാൽ, ഈ തിരുസന്നിധിയിൽ നടത്തിയാൽ പ്രത്യക്ഷ സ്വരൂപനായിരിക്കുന്ന ഭഗവാനും ശ്രീധർമ്മശാസ്താവും അനുഗ്രഹിക്കാതിരിക്കില്ല അവരെയും കുടുംബത്തിനെയും. ദേവസ്വം പ്രസിഡന്റ് D. അയ്യപ്പൻ, സെക്രട്ടറി സുരേഷ് രാമനാമടം, ട്രഷറർ K. ജയചന്ദ്രൻ പിള്ള, ദേവസ്വം അംഗങ്ങൾ, സപ്താഹം കമ്മിറ്റി ഭാരവാഹികൾ, വിവിധ കരയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ സപ്താഹത്തോടനുബന്ധിച്ച് ഒരു ആതുര സഹായ നിധിയാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. കിഡ്നി രോഗം മൂലം ബാധിച്ചിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ തന്നെ ഭക്തനായ ഒരാൾക്ക് വടാമ്പിൽ ബാലശങ്കർ ഫ്യൂവൽസ് ഏർപ്പെടുത്തിയിരിക്കുന്ന സഹായ നിധി ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന പോരാളികൾ, ഇന്ത്യൻ സൈനികരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഈ സപ്താഹയജ്ഞ കമ്മിറ്റി മുഴുവനായി പ്രാർത്ഥിക്കുകയാണ്. ഭാരതത്തിൻ്റെ അഭിമാനം, ഭാരതത്തിൻ്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൂട്ടമായി പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന മുഴുവൻ സൈനികർക്കും, നമ്മൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്ന, നമ്മൾക്ക് വേണ്ടി പോരാടുന്ന ഇന്ത്യൻ സൈനികർക്ക് എല്ലാ ആദരവും അർപ്പിക്കുന്നു. അവർക്ക് നമ്മുടെ ഗ്രാമദേവൻ ശ്രീധർമ്മശാസ്താവിൻ്റെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും എപ്പോഴും ആ സൈനികർക്ക് ഉണ്ടാകട്ടെ എന്നും, അന്തിമ വിജയം ഭാരതത്തിന് തന്നെ ആയിരിക്കണമെന്നും ഓരോ ഭാരതീയൻ എന്ന നിലയിലും നമ്മൾ അഭിമാനിക്കുന്നു. ഈ സൈനികർക്കൊപ്പമാണ് നമ്മളുടെ മനസ്സും പ്രാർത്ഥനയും എന്ന് നിർത്തുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. CD Net News, കായംകുളം.